എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി നമ്മളിവിടെ ചാർട്ട് നോക്കിയാൽ കുറച്ച് ഡൗൺ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം വൺ സൈഡ് മുകളിലോട്ട് കയറ്റമായിരുന്നു. പ്രത്യേകിച്ച് IT കമ്പനീസ് എല്ലാമാണ് നല്ല രീതിയിൽ കയറിപ്പോയത്. മിഡ് ക്യാപ്പിനകത്ത് നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് മിഡ് ക്യാപ്പ് 2% കയറിപ്പോയി. IT സെക്ടറും നല്ല രീതിയിൽ കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി പക്ഷേ കുറച്ച് ഡൗണിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന നല്ല രീതിയിൽ കയറിയേനെ. എന്തായാലും നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് പോലെ നിഫ്റ്റി 23,000 താഴെ നിൽക്കത്തില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 23,000 താഴെ പോയാലും തിരിച്ച് പെട്ടെന്ന് കയറി വരും. ഒരു ചെറിയ അപ് ട്രെൻഡെങ്കിലും കാണിച്ചതിന് ശേഷം മാത്രമേ മാർക്കറ്റ് ഇനിയും അടുത്തൊരു ബിയറിഷ് ട്രെൻഡിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പം നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കിയാൽ അറിയാം. ഞാൻ ഡെയിലി അത് കാണിക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ചിനുള്ളിൽ നിന്നാൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ വന്നാൽ ഉടനെ ബൗൺസ് വരാനാണ് ചാൻസ്. ഇവിടെ നോക്കിയാൽ അറിയാം, 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇന്നും ഇതിനകത്ത് ട്രേഡായി. പക്ഷേ എങ്കിൽ തിരിച്ച് കയറിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം എൻ്റെ ഒരു കാൽക്കുലേഷന് ഒരു 24,000 നോർമൽ രീതിയിൽ വരാം. അതല്ല നല്ല സപ്പോർട്ട് കിട്ടിയെങ്കിൽ ഈ ഒരു 24,700 റേഞ്ചിലും വരാം. അതൊക്കെ ഭയങ്കര നല്ല ഹെവി സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ബഡ്ജറ്റിലൊക്കെ എന്തെങ്കിലും നല്ല ഹെവി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റേഞ്ച് വരത്തുള്ളൂ. ഈ റേഞ്ച് വന്നാൽ സെല്ലിങ് വരും ഉറപ്പായിട്ടും. അതല്ല എങ്കിൽ കുറേ ഇവിടെ ഒരു കൺസൾട്ടേഷൻ പോലെ കാണിച്ചിട്ട് വീണ്ടും ഒരു അടുത്ത താഴോട്ടുള്ള ലെവലിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും ചാൻസ് കൂടുതൽ പെട്ടെന്ന് 23,000 താഴെ ഇറങ്ങി നിൽക്കത്തില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ. അപ്പോൾ അത് മാത്രം മനസ്സ് വെച്ചിരുന്നാൽ മതി. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് നല്ല വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു റേഞ്ചിൽ കിടന്ന കളിയാണ്. പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ നോക്കിയാൽ നിഫ്റ്റി പ്ലസും ബാങ്ക് നിഫ്റ്റി മൈനസിലാണ്. നാളെ ചിലപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസിലോട്ട് പോകാനും മതി. ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ട്രേഡ് എടുത്തു. പക്ഷേങ്കിൽ അതിന് താഴെ ഇറങ്ങിയതിന് ശേഷം അവിടെ നല്ല റെസിസ്റ്റൻസായി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ. എന്തായാലും വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ഇതിന് എന്താണ് പറയുന്നത്, CPR താഴെയും ട്രേഡ് ആയിട്ടില്ല. ഓക്കെ, എന്തായാലും കുറച്ച് സ്ട്രെങ്ത് ഞാൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അറിയത്തില്ല, FISൻ്റെയും ഒക്കെ സെല്ലിങ്ങും പിന്നെ പല ന്യൂസുകളൊക്കെ വരുന്നതിൻ്റെ അനുസരിച്ച് പിന്നെ അറിയില്ല ഹെവി ആയിട്ട് താഴെ പോകുന്നത്. എന്തായാലും ഞാൻ തൽക്കാലത്തേന് പറഞ്ഞാൽ 1-2 ആഴ്ചത്തേന് മാർക്കറ്റ് 23,000 താഴെ സ്റ്റേബിളായി നിൽക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന ഷെയറുകൾ. ട്രേഡിങ് ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത്. ഇപ്പം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ, പുതിയതായിട്ട് വരുന്നവർക്കാണെങ്കിൽ അവരെന്താണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ട്രേഡിങ് സ്ട്രാറ്റജിയുടെ രീതി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് കണ്ട് ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നോർമൽ ട്രേഡ് ചെയ്യാവൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈലിലോ ചാനലിൻ്റെ താഴെയൊക്കെ സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി തരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഷോർട്ട്സ് എല്ലാം ചെയ്യുന്നത് CPR സ്ട്രാറ്റജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രഡിക്റ്റീവ് ചാനൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ലക്സാൽഗോയുടെ. അതും നല്ല അടിപൊളിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് ഇന്നലെ നമ്മളെടുത്ത ഷെയറിനകത്ത് ഇത്രയും ഷെയർ എടുത്തതിൽ ഒരു 3-4 ഷെയർ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. MCX എന്ന് പറയുന്ന ഷെയർ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. MCX ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കയറിപ്പോയി, വൺ സൈഡ് കയറി ഇതിന് R1 R2 പോയതിന് ശേഷം അവിടെ അത് ഇതായി സെല്ലിങ്. നമുക്ക് R2 താഴെ ഇറങ്ങാൻ നമ്മളിവിടെ എൻട്രി എടുത്ത് 5,940 റേഞ്ചിലൊക്കെ എടുത്താൽ ആ സൈഡിൽ നിന്ന് വൺ സൈഡ് മൂവ്മെൻറ്റ് പോയി 100 രൂപ പോയിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ പ്രൊഡിക്റ്റീവ് ചാനൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എക്സാൽഗോ അവിടെ നമുക്ക് ചാൻസ് കിട്ടും. പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈ വരെ പോയിട്ട് നോക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഈ ഒരു പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഈ ഒരു റേഞ്ച് റേഞ്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു ബൗൺസ് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് പ്രൊഡിക്റ്റീവ് ചാനൽ വരുമ്പോൾ അതിൻ്റെ ആവറേജ് റേഞ്ചിൽ നിന്ന് താഴെ വരാനോ അല്ലെങ്കിൽ ഹൈലി പെട്ടെന്ന് പോയാൽ അവിടെ നിന്നും താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ആവറേജ് ചെയ്യുന്നത് താഴെ വന്നിട്ടുണ്ട്. ആവറേജ് ചെയ്യുന്നത് നല്ല രീതിയിൽ താഴെ വന്നു. പിന്നെ അവിടെ തന്നെ ഒരു റെസിസ്റ്റൻസ് കാണിച്ച് ഇവിടെ പൊട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിൽ പോയി ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ നമുക്കെപ്പോഴും CPR ലെവൽ വെച്ച് നമുക്കൊരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നോക്കാൻ പറ്റും. പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇൻഡിക്കേറ്റർ നോർമൽ തലേ ദിവസത്തെ എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ വരുമ്പോൾ ഒരു സെല്ലിങ് വരാം. ഇവിടെ ടോപ്പിൽ വന്നിട്ട് ഒരു സെല്ലിങ് വരുന്നുണ്ട്. അത് ചെറിയൊരു ഇപ്പം 811 എന്നത് 730 രൂപയ്ക്ക് അടുത്ത് തരുന്നുണ്ട്. നോക്കിയിരുന്ന് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ആവന്തി ഫീഡ് എന്ന് പറയുന്ന ഷെയർ അത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒരു മിനിറ്റ്. അതെ, ഓപ്പണിങ്ങിൽ നല്ല ഡൗണിൽ പോയി പിന്നെ വൺ സൈഡ് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. ഇവിടെ നോക്കി R1 അടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. 693 എന്നത് 685 8 രൂപ വന്നിട്ട് തിരിച്ച് പോയി ഹൈ അടിച്ചു. രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചാൽ പിന്നെ എൻ്റെ ഒരു കാൽക്കുലേഷൻ തിരിച്ച് കയറാറില്ല. രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിട്ട് തിരിച്ച് പഴയ ലെവൽ തന്നെ ഇറങ്ങുന്നെങ്കിൽ ഇവിടുന്ന് കയറാറില്ല. അപ്പോൾ ഞാനിത് ഗ്രൂപ്പ് ചില സമയത്ത് പോയി ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ വിട്ടേക്കുക, ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് മാറും. അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ രണ്ടാം പ്രാവശ്യം അടിച്ചത് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തു. ഈ റേഞ്ച് ചെയ്യുന്നത് 92 91 റേഞ്ച് ചെയ്യുന്നത് 76 വരെ വന്നിട്ടുണ്ടായിരുന്നു. 17-18 രൂപ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുകുന്ദ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ, മുകുന്ദ് ലിമിറ്റഡ് ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഒരു ഹൈ അടിച്ചു. അതിനുശേഷം ഇറങ്ങി. R1 പോരുന്നത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തില്ല. R1 പോയില്ല. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നപ്പോൾ നമ്മളിവിടെ ട്രേഡ് സെല്ല് ചെയ്യുക. 126.70 സെല്ല് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 129 മുകളിലോട്ട് വെക്കുക, അല്ലെങ്കിൽ 130 മുകളിലോട്ട് വെക്കുക. അവിടുന്ന് അത് നോക്കി ഏകദേശം 6-6.25 രൂപ പ്രോഫിറ്റ് ആ ഷെയർ തന്നു. അതുപോലെ JSFB നല്ല റിസൾട്ട് വന്ന് ഇന്നലെ നല്ല അപ്പ് ട്രെൻഡ്. ഇന്നലെ അത് പോയി അപ്പർ സർക്യൂട്ട് അടിച്ച് ലാസ്റ്റ് ചെറിയൊരു ഇറക്കം ഇറങ്ങിയ ഷെയറാണ്. അതും വന്നിട്ട് ഇവിടെ നോക്കിയറിയാം. ഓപ്പണിങ് താഴെ വന്നതിന് ശേഷം നേരെ കയറുന്ന പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയില്ല. പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാം, സെല്ല് ചെയ്യാം. സെല്ല് ചെയ്താൽ 438 എന്നത് 422 വരെ നല്ല പ്രോഫിറ്റ് അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന രീതി. പക്ഷേങ്കിൽ നമ്മൾ വൺ സൈഡ് ഒരു ഷെയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടെ പോകുന്നതാണ് നമ്മൾ നോക്കിയിരുന്നാൽ മതി. ട്രേഡ് എടുക്കരുത്. ഏത് ലെവലിൽ നിന്നാണോ റിവേഴ്സ് ആവുന്നത് അവിടെ നിന്ന് നമുക്ക് ചെയ്യാം. ചില ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിക്കാതെ ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഷെയറിനകത്ത് നമ്മൾ നോക്കേണ്ടത് തലേ ദിവസത്തെ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ച് ആവറേജ് ട്രേഡ് പ്രൈസിൻ്റെ താഴെ പോയി സ്റ്റേബിൾ ആവുകയാണെങ്കിൽ നമുക്ക് അവിടെയും സെല്ല് ചെയ്യാം. ഞാനിപ്പോൾ നാളത്തേന് എടുത്തേക്കുന്ന ഷെയർസിനകത്ത് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നാളത്തേന് നമ്മൾ കുറച്ച് അധികം ഷെയർ എടുത്തിട്ടുണ്ട്. 16 ഷെയർ എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഷെയറുകളാണ് എല്ലാം. പക്ഷേ ഇതിനകത്ത് 4-5 ഷെയർ വലിയ ഷെയർ. അപ്പോൾ വലിയ ഷെയർ കഴിവതും ചെറിയ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ട്രേഡ് ചെയ്യാതിരിക്കുക. അവർ നോർമൽ രീതിയിൽ ചെറിയ ഷെയറിനകത്തൊക്കെ ചാൻസ് എടുക്കുക. വലിയ ഷെയറിനകത്തൊക്കെ മൂവ്മെൻറ്റ് ഹെവി ആകും. നമ്മൾ 10-20 ഷെയറെ പോലും നമുക്ക് 1000-2000 രൂപ പ്രോഫിറ്റും ലോസും അങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ചെറിയ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്നീ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുക, അതല്ല എങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇപ്പം ഇതിനകത്ത് പല ഷെയറുകളും റിസൾട്ട് വന്നിട്ട് ഇറങ്ങിയ ഷെയറുകളാവും. ഇതിനകത്ത് എനിക്ക് നാളെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളൊരു ഷെയർ എന്ന് പറയുന്നത് ഈ MCX ആണ്. MCX നമുക്ക് ഈ 950 ഹൈ ആണ്. ഈ R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ആയിരിക്കും അത്. ഇതിന് മുകളിലോ അല്ലെങ്കിൽ 6000 പോയി ടച്ച് ചെയ്തിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ വൺ സൈഡ് ഇറക്കമായിരിക്കും ഈ ഷെയർ ഇറങ്ങുന്നത്. അപ്പോൾ ഈ MCX എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കുക. പുതിയതായിട്ട് വന്നവരൊക്കെ ജസ്റ്റ് വാച്ച് ചെയ്യുക. അതിൽ വന്നിട്ട് ട്രേഡ് വന്നിട്ട് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും പറയുന്നത്
ട്രേഡ് പെട്ടെന്ന് ട്രേഡ് എടുക്കാതിരിക്കുക, പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. എന്നാലും ഈ ഞാൻ പറഞ്ഞ റേഞ്ച് വാച്ച് ചെയ്യുക. 6000-ത്തിനടുത്തോ 6000 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയാൽ വൺ സൈഡ് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഈ ഹൈ അടിച്ചിറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. അതുപോലെ കെയ്ൻസ് ടെക്നോളജിയുടെ ആവറേജ് നോക്കി, ഞാനത് പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഇതും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കെയ്ൻസ് ടെക്നോളജി 5674. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന കെയ്ൻസ് ടെക്നോളജി നമ്മൾ പ്രൊഡിക്റ്റീവ് ചാനൽസ് വെച്ചിട്ട് ഞാൻ നാളത്തെ ചാൻസ് കാണിച്ചു തരാം. കെയ്ൻസ് ടെക്നോളജി നമ്മൾ പ്രൊഡിക്റ്റീവ് ചാനലിൽ ഇത് ചെയ്തു. ഇവിടെ നോക്കിയേ, പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഒരു ഓപ്പണിങ്ങിലത്തെ അത് വൺ സൈഡ് മുകളിലോട്ട് പോകുമ്പം പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്ത് തന്നു. അതിനുശേഷം ഈ ഒരു ലെവലിന് ശേഷം അടുത്ത ലെവലിന് താഴത്തെ ലെവൽ വന്നു. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ ഷെയർ ഇപ്പം പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഏകദേശം ആവറേജിലാണ് ട്രേഡ് ആക്കുന്നത്. ഇതിൻ്റെ ഷെയറിൻ്റെ ആവറേജ് ശ്രദ്ധിച്ച്, കെയ്ൻസ് ടെക്നോളജിയുടെ ആവറേജ് 5674. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാനലിനകത്ത് നോക്കിയാൽ നാളെ ഇത് ഓപ്പണിങ്ങിൽ ഈ ഒരു പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഈ റേഞ്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അപ്പം ഇതിൻ്റെ ഹൈ നോക്കി 5693 കണ്ടില്ലേ. അപ്പോൾ ഈ ഷെയർ നാളെ ഓപ്പണിങ്ങിൽ 5674 മുകളിൽ ട്രേഡ് ആയതിനു ശേഷം ഇതിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് അവിടെ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു 50-100 രൂപയ്ക്ക് അടുത്ത് ചിലപ്പോൾ ഇറങ്ങിപ്പോയി ഷെയർ, അങ്ങനെ കിട്ടുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ MCXനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പോളിക്യാബും 6312. അതിൻ്റെ പ്രൊഡിക്റ്റീവ് ചാനൽ നോക്കാം. അത് ഓപ്പണിംഗ് തൊട്ടുള്ള ആ സെയിം പ്രൊഡിക്റ്റീവ് ചാനലിൽ തന്നെ നിൽക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് ഇത്രയും ഹൈയിൽ പോകണം. ഓപ്പണിങ്ങിൽ അത്രയും ഹൈയിൽ പോകുമെന്ന് തോന്നുന്നില്ല. ഈ റേഞ്ച്, അതായത് ഈ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഈ ആവറേജ് റേഞ്ചിന് മുകളിൽ കയറിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അതിനകത്തും ചാൻസ് എടുക്കാം. അതിന് ശേഷം ഇപ്പം അത് ശ്രദ്ധിക്കുക, ആവറേജിന് മുകളിൽ ഇപ്പോൾ അതായത് 6327-30 പോയിട്ട് ഈ ലെവലിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രാവശ്യം ചാൻസ് എടുക്കാം. JK ലക്ഷ്മി 867 നോക്കി, 867 R1 സെയിമാണ്, പ്രീവിയസ് ഡേ ഹൈയും സെയിമാണ്. അതപ്പോൾ ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇത് ഇറങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതുപോലെ ഒരുമിച്ച് വരുന്ന R1 പ്രീവിയസ് ഡേ ഹൈ ഒരുമിച്ച് വന്ന് ഇതിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങും. ഈ ഷെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് തരും. താഴോട്ട് തന്നതിന് ശേഷം തിരിച്ച് പോയി ഇതിൻ്റെ ഹൈ അടിച്ചാൽ ഈ ഷെയർ മുകളിലോട്ട് പറക്കും. ആ ഷെയർ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും അങ്ങനെ നോക്കാറില്ല. വീണ്ടും ഇതിനെ താഴെ വന്നതിന് ശേഷം തിരിച്ച് കയറി ഈ ലെവലിൻ്റെ ആദ്യം ഒരു ഇപ്പം ഓർക്കുക 870 എന്ന് പറഞ്ഞൊരു ഹൈ അടിച്ചിട്ട് ഇത് 867 കട്ട് ചെയ്യപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. അത് 830-40 വരെ വന്നിട്ട് തിരിച്ച് കയറി വീണ്ടും ഇത് 870 മുകളിലോട്ട് പോയാൽ ഇത് പറന്ന് കയറിപ്പോയി ഈ ഷെയർ. അങ്ങനെ ഈ ഷെയർ തന്നെയല്ല, ഏത് ഷെയർ ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈയും R1 അടുത്തടുത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ താഴെ പോയിട്ട് തിരിച്ച് കയറുന്ന ഷെയർ. ഇതിന് താഴെ പോകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം, നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ തിരിച്ച് കയറി അതിൻ്റെ ഹൈ അടിക്കരുത്. ഹൈ അടിച്ചാൽ പറക്കും ആ ഷെയർ. ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത് എനിക്കൊന്ന് ചിലപ്പം ഏത് ഷെയർ ഞാൻ കേട്ടിട്ടില്ല ഈ പേര്. എന്തായാലും ഇതിനകത്ത് 500 പോയിട്ട് ഈ 494 കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല 509 ഓപ്പണിങ്ങിൽ തന്നെ പോയി കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ആംബർ എന്ന് പറയുന്ന ഷെയർ, ആംബറും ആവറേജിന് മുകളിലോ അല്ലെങ്കിൽ 6767 ചിലപ്പം ഇതിൻ്റെ മുകളിൽ കയറിപ്പോൾ ഈ എന്തായാലും പറയുന്നത് CPR ലെവലിൻ്റെ മുകളിൽ ട്രേഡ് ആയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിലും നമ്മൾ അവിടുത്തെ വീക്ക്നെസ് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. കഴിവതും അവോയ്ഡ് ചെയ്യുക. ചെയ്യുന്നവർ, ഞാൻ എൻ്റെ ഈ സ്ട്രാറ്റജി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ചാൻസ് എടുക്കാൻ പറ്റും. ലക്ഷ്മി ഡെൻ്റൽ എന്ന് പറയുന്ന ഷെയർ, ഇത് നോക്കിയേ, ഹൈ R1 അടുത്തടുത്താണ്. ഈ രണ്ട് ലെവലിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ഇതിനകത്ത് കിട്ടും. സ്റ്റാറിനകത്ത് ന്യൂസുണ്ട്,
എനിക്ക് തോന്നുന്നു എന്തോ ബോണസോ എന്തോ ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ് ഇന്നിത് കയറിയത്. അപ്പോൾ നാളെ നമുക്ക് ലെവൽ R1 വന്നിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം, പക്ഷേ വെച്ചോണ്ടിരിക്കരുത്. KE ഇൻഡസ്ട്രീസ് ഇതിനെപ്പറ്റി ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഈ ഷെയർ തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഞാൻ എടുത്തിട്ടതായി എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനകത്ത് ചെയ്താൽ പണി കിട്ടും. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങിയടിച്ച് തിരിച്ചു വരും. സെനോസ് എന്ന് പറയുന്ന ഷെയർ, ഇതും ഇത് കണ്ടില്ലേ, ഹൈ R1 ഇതിൻ്റെ സെയിമാണ്. ഇതിൻ്റെ ഹൈ മൂളി വന്നിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. 542 ആവറേജ് നോക്കാൻ ചാൻസ്, ചെറിയ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സൈബർ ടെക്ക് R1 റേഞ്ചിൽ നിന്ന് കിട്ടിയ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സെൻസാർ ടെക്നോളജി, അതും സെൻസാർ ടെക്നോളജി റിസൾട്ട് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നല്ല റിസൾട്ട് വന്ന ഷെയറാണ്. അപ്പോൾ ഇതിൽ R1 റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് നാളത്തേന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ജാക്സൺ ഫാർമ 273. പല ഷെയറുകളും ഇന്നെടുത്തേക്കുന്നതെല്ലാം R1ഉം ഹൈയും തമ്മിൽ സെയിമാണ്. നോക്കിയേ, അത് ഓപ്പറേറ്റർമാർ ചെയ്യുന്നൊരു പരിപാടിയാണത്. പക്ഷേ ആൾക്കാരത് ശ്രദ്ധിക്കത്തില്ല. ഇതിന് മുകളിൽ വന്നിറങ്ങിയാൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും. ഇതും റിസൾട്ട് ബേസ്ഡ് മൂവ്മെൻ്റാണ്. ഇതിന് സിഗ്നിടെക് എന്ന് പറയുന്ന ഈ ഷെയർ, ഇതും R1 പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. അധികം നല്ല ചാൻസ് തന്നെ 10-30 രൂപ, 25-30 രൂപ. ഗോ ഡിജിറ്റിനകത്ത് ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നോക്കുക ഈ ഷെയറുകളൊക്കെ. ഞാൻ പ്രത്യേകം പറഞ്ഞ ചില ഷെയറുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.